Hi, welcome to Exam Way Olympiad. So, algebra ഒരു പ്രോബ്ലം ആണ് നമ്മൾ ചെയ്യുന്നത്. പ്രീവിയസ് IOQM ക്വസ്റ്റ്യൻ തന്നെയാണ്. If sigma k equal to 1 to 40, root of 1 plus 1 by k square plus 1 by k plus 1 whole square equal to a plus b by c. കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. എ ബി സി നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കണം, ബി ലെസ് ദാൻ സി ആണ്, ആൻഡ് ബിയും സി എന്താണ് കോപ്രൈം ആയിരിക്കണം. ദെൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എ പ്ലസ് ബി എന്നുള്ളതാണ് ചോദ്യം. ലൈക്ക് ഇവിടെ എക്സ്പ്രഷൻസ് ലൈക്ക് സിഗ്മ അറിയാമെന്ന് വിചാരിക്കുകയാണ്. സിഗ്മ എന്ന് പറയുന്നത് എന്താണ്, സമ്മേഷനാണല്ലോ ഡിനോട്ട് ചെയ്യുന്നത്. എങ്ങനെയാണ് സമ്മേഷനാണ്. ഇപ്പോൾ ലൈക്ക് എങ്ങനെയാണ് വരിക, ഇപ്പോൾ ലൈക്ക് നിങ്ങൾ ചെയ്യേണ്ടത് കെയുടെ വാല്യൂസ് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഇവിടെ തന്നിട്ടുള്ള വാല്യൂസ് ഇങ്ങനെ ഓരോന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ 1 ആണ് ഫസ്റ്റ്, അപ്പോൾ 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്താ എക്സ്പ്രഷൻ വരിക, റൂട്ട് ഓഫ് 1 പ്ലസ് 1 ബൈ 1 സ്ക്വയർ പ്ലസ് 1 ബൈ 1 പ്ലസ് 1 ഹോൾ സ്ക്വയർ. എന്നിട്ട് പ്ലസ് ഇട്ട് കൊടുക്കുക. സിഗ്മ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ പ്ലസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടുത്ത വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പോൾ അടുത്ത എന്താണ് 2 ഇട്ട് കൊടുക്കുക. അപ്പോൾ 1 പ്ലസ് 1 ബൈ കേക്ക് പകരം 2 ഇട്ട് കൊടുക്കുക. 2 സ്ക്വയർ പ്ലസ് 1 ബൈ 2 പ്ലസ് 1 ഹോൾ സ്ക്വയർ. അങ്ങനെ നിങ്ങൾ എന്ത് വരെ ഇട്ട് കൊടുക്കണം എന്നാണ് പറയുന്നത്, 40 വരെ ഇട്ട് കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് വരിക, റൂട്ട് ഓഫ് 1 പ്ലസ് 1 ബൈ 40 സ്ക്വയർ പ്ലസ് 1 ബൈ 40 പ്ലസ് 1 ഹോൾ സ്ക്വയർ. സോ ഇതാണ് എന്ത് ചെയ്യുന്നത്, സിഗ്മ എന്ന് പറയുന്ന നൊട്ടേഷൻ കൊണ്ട് ഡിനോട്ട് ലൈക്ക് എന്താ പറയുന്നത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ തന്നിട്ടുള്ള എക്സ്പ്രഷൻസ് നമുക്ക് നോക്കാം. ഇനിയാണ് എക്സ്പ്രഷൻ നമുക്ക് എന്ത് ചെയ്യണം, മാറ്റി എഴുതണം. k equal to 1 to 40, റൂട്ട് ഓഫ് 1 പ്ലസ് 1 ബൈ കെ സ്ക്വയർ പ്ലസ് 1 ബൈ കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ. സിഗ്മ തൽക്കാലം അവിടെ നിൽക്കട്ടെ. നമുക്ക് എക്സ്പ്രഷൻസ് മാത്രം എന്ത് ചെയ്യാം, റെഡ്യൂസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, റൂട്ട് ഉണ്ട്. അപ്പോൾ ലൈക്ക് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കോമൺ ടേമിലോട്ട് അല്ലെങ്കിൽ ഈ ഒരു ഫോർമാറ്റിലോട്ട് നമുക്ക് മാറ്റാൻ പറ്റില്ല. സോ നമുക്ക് മാറ്റി എഴുതണം ഇതില്ല. ഈ റൂട്ട് ഓഫ് 1 പ്ലസ് 1 ബൈ കെ സ്ക്വയർ പ്ലസ് 1 ബൈ കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ ഞാൻ അതിനാണ് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ആണ്. ഞാൻ ഈ എക്സ്പ്രഷൻ മാത്രം എടുക്കുന്നു, അല്ല ലൈക്ക് ഞാൻ ഫുൾ എടുക്കാം. സിഗ്മ k equal to 1 to 40 അതിന് ഞാൻ അങ്ങനെ തന്നെ വെക്കുന്നത്. ഇപ്പം മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല. ഞാൻ എന്ത് ചെയ്യണം, ബാക്കിയുള്ളതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താ വരിക, ഈ 1 അവിടെ തന്നെ നിൽക്കട്ടെ, 1 അവിടെ തന്നെ നിൽക്കട്ടെ, പ്ലസ് ഇവിടെ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ഡിവൈഡ് ബൈ കെ സ്ക്വയർ ഇൻറ്റു കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ അല്ലേ. അപ്പോൾ എന്താ വരിക, കെ സ്ക്വയർ പ്ലസ് കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ കെ സ്ക്വയർ ഇൻറ്റു കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ എന്താ വരിക, സിഗ്മ k equal to 1 to 40 എന്താ വരിക, റൂട്ട് ഓഫ് 1 പ്ലസ് ഓക്കെ റൂട്ട് ഓഫ് 1 പ്ലസ് കെ സ്ക്വയർ പ്ലസ് കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ. അതിന് എക്സ്പാൻഡ് ചെയ്യും. കെ സ്ക്വയർ പ്ലസ് കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് കെ സ്ക്വയർ പ്ലസ് 2k പ്ലസ് 1 ഡിവൈഡ് ബൈ കെ സ്ക്വയർ ഇൻറ്റു കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ. ഓക്കെ ആണല്ലോ. വിച്ച് ഇസ് സിഗ്മ k equal to 1 to 40 റൂട്ട് ഓഫ്, ഇവിടെ ഞാൻ ചെയ്യുന്നത് ഇവിടെ ഒരു കെ സ്ക്വയർ ഉണ്ട് അല്ലെ. അത് ആഡ് ചെയ്യുന്ന സമയത്ത് 2k സ്ക്വയർ ഉണ്ട്, ഇവിടെ 2k ഉണ്ട്. അതിന് ഒരുമിച്ച് എഴുതാണ്. സോ എന്താ ചെയ്യുക, ഇവിടെ 1 പ്ലസ് 2k സ്ക്വയർ പ്ലസ് 2k അതിനെ ഞാൻ ഒരുമിച്ചിട്ട് ഡിവൈഡഡ് ബൈ കെ സ്ക്വയർ ഇൻറ്റു കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ. ബാക്കി ഒരു 1 ഉണ്ടല്ലോ, അതിന് ഞാൻ വേറെ സ്പ്ലിറ്റ് ചെയ്ത് പ്ലസ് 1 ബൈ എന്ത് ചെയ്തു, കെ സ്ക്വയർ ബൈ കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ ആണ്. പ്ലസ് 1 ബൈ കെ സ്ക്വയർ ഇൻറ്റു കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ. ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഇവിടെ 2k സ്ക്വയർ പ്ലസ് 2k ഡിവൈഡ് ബൈ കെ സ്ക്വയർ പ്ലസ് കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് ഡിവൈഡ് ബൈ 1 ബൈ കെ സ്ക്വയർ ബൈ കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ. എന്തെങ്കിലും കൺഫ്യൂഷൻസ് എന്ത് ചെയ്യുക, തിരിച്ച് ആഡ് ചെയ്ത് നോക്കുക. സോ ലൈക്ക് നമുക്ക് എന്ത് ചെയ്യും, ഈ എക്സ്പ്രഷൻ തന്നെ കിട്ടും. ഇവിടെ ലൈക്ക് ഈ ഒരു ടേം നോക്കിയേ, 2k സ്ക്വയർ പ്ലസ് 2k വിച്ച് ഇസ് ഈക്വൽ ടു സിഗ്മ k equal to 1 to 40 റൂട്ട് ഓഫ് 1 പ്ലസ് വേറെ കളർ കൊണ്ട് എഴുതാം. ഓക്കെ, സിഗ്മ k equal to 1 to 40 റൂട്ട് ഓഫ് എന്താ വരിക, 1 ഉണ്ട്, അതിന് അങ്ങനെ തന്നെ വെച്ചു. ഈ 2k സ്ക്വയർ പ്ലസ് 2k ഉണ്ടല്ലോ, അതിൽ എന്ത് കോമൺ ആണ്, 2k കോമൺ അല്ലേ, 2k കോമൺ ആണ്. അപ്പൊ എന്താ വരിക, 2k ഇൻറ്റു കെ പ്ലസ് 1 അല്ലേ. ബാക്കി എന്താ വരിക, കെ പ്ലസ് 1 വരും ഡിവൈഡഡ് ബൈ കെ സ്ക്വയർ ഇൻറ്റു കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 1 ബൈ കെ സ്ക്വയർ ഇൻറ്റു കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ. അങ്ങനെയല്ല വന്നത്. കാരണം എന്താ വന്നത്, റീസൺ എന്താ, ഇവിടെ എന്താ 2k ഉണ്ട് അല്ലേ, ഇവിടെയും 2k ഉണ്ട്, ഇവിടെയും 2k ഉണ്ട്. ഈ രണ്ട് ടേമിലും 2k കോമൺ ആണ്, 2k കോമൺ ആക്കി എടുത്തു. അപ്പൊ 2k കോമൺ ആക്കി എടുക്കുന്ന സമയത്ത് ഇവിടെ ബാക്കി എന്താ ഉണ്ടാവുക, ഫസ്റ്റ് ടേമിൽ 2k പുറത്ത് പോയി ബാക്കി k ഉണ്ടാവും അല്ലേ. ഇവിടെ 2k പുറത്ത് പോയി ബാക്കി എന്താ ഉണ്ടാവുക, 1 ഉണ്ടാവും. അപ്പം 2k ഇൻറ്റു കെ പ്ലസ് 1 ഡിവൈഡ് ബൈ കെ സ്ക്വയർ പ്ലസ് കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ. മൂന്നാമത്തെ ടേം അങ്ങനെ തന്നെ വെച്ചു. ഓക്കെ, ഇനി അടുത്തായിട്ട് നമുക്ക് നോക്കാം. യെസ്, ഇവിടെ നിങ്ങൾ നോക്കി, ഇവിടെ തന്നെ കട്ട് ചെയ്യാം അല്ലേ, ഇവിടെ തന്നെ കട്ട് ചെയ്യാം. ഇവിടെ 2k ഇൻറ്റു കെ പ്ലസ് 1, ഇവിടെ ഒരു k ഉണ്ട്, ഇവിടെ ഒരു കെ സ്ക്വയറിലെ k കട്ട് ചെയ്യാം. ഇവിടെ കെ പ്ലസ് 1 ഉണ്ട്, കെ പ്ലസ് 1 ഹോൾ സ്ക്വയറിലെ കെ പ്ലസ് 1 എന്ത് ചെയ്യാം, കട്ട് ചെയ്യാം. അപ്പൊ ബാക്കി എന്താ വരിക, എക്സ്പ്രഷൻ ബാക്കി എന്താ വരിക, സിഗ്മ k equal to 1 to 40 റൂട്ട് ഓഫ് 1 പ്ലസ് സെക്കൻഡ് ടേമിൽ ബാക്കി എന്താ ഉണ്ടാവുക, 2 ഉണ്ട് അല്ലെ, 2 മാത്രമേ ബാക്കിയുള്ളൂ. കെയും കെ പ്ലസ് 1 ക്യാൻസൽ ആയി പോയി. 2 ഡിവൈഡഡ് ബൈ ബാക്കി വരിക k ഇൻറ്റു കെ പ്ലസ് 1 പ്ലസ് തേർഡ് ടേം അങ്ങനെ തന്നെ വെച്ചു, 1 ബൈ കെ സ്ക്വയർ ഇൻറ്റു
കെ പ്ലസ് വണ്ണിന്റെ ഹോൾ സ്ക്വയർ. ഓക്കെ, സിഗ്മ കെ ഈക്വൽ ടു 1 to 40. ഈ എക്സ്പ്രഷൻ എന്താ നോക്കിയേ, ഈ എക്സ്പ്രഷൻ എന്താ, ഈ എക്സ്പ്രഷന്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ എന്താ വരിക അല്ലെ? കാരണം നിങ്ങൾ ഈ ഒരു എക്സ്പ്രഷൻ നോക്കിയാൽ നിങ്ങൾക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. ഈ എക്സ്പ്രഷൻ റൂട്ട് ഓഫ് 1 plus 1 by k into k plus 1 ഹോൾ സ്ക്വയർ അല്ലേ ഈ ഒരു എക്സ്പ്രഷൻ? അതിന്റെ ഹോൾ സ്ക്വയർ ആണ് ഈ എക്സ്പ്രഷൻ. കാരണം എന്താ, ലൈക്ക് നിങ്ങൾ ഇത് തിരിച്ച് ലൈക്ക് എക്സ്പാൻഡ് ചെയ്ത് നോക്കിയേ. അപ്പൊ എന്താ വരിക, a സ്ക്വയർ അല്ലെ, 1 square 1 പ്ലസ് 2 into ab. 2 into ab എന്ന് പറയുന്ന സമയത്ത് 2 into a into എന്താണ് b, 2 into k into k plus 1 പ്ലസ് b സ്ക്വയർ 1 by k into k plus 1 ഹോൾ സ്ക്വയർ. സോ ഈ എക്സ്പ്രഷൻ എന്താണ്, ഇതാണ് എന്ന് എന്ത് ചെയ്യണം, നമുക്ക് മനസ്സിലാവണം അല്ലെ? അപ്പൊ എന്താണ് ഇതെന്താണ്, 1 പ്ലസ് അല്ലെ a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ അല്ലെ, a സ്ക്വയർ b സ്ക്വയർ. ഇതിനെ എന്ത് ചെയ്യാം, 1നെ നമുക്ക് 1 സ്ക്വയർ എന്ന് എഴുതി കഴിഞ്ഞാൽ a bയിലേക്ക് ഒന്നും കൂടെ ഐഡന്റിഫൈ എളുപ്പമായിരിക്കും അല്ലെ? അപ്പൊ എന്താണ് 1 സ്ക്വയർ പ്ലസ് 2 into ab 2 into k into 1 by k into 1 by k plus 1 പ്ലസ് 1 by k സ്ക്വയർ into k plus 1 ഹോൾ സ്ക്വയർ. സോ എന്താണ് അതെന്ന് പറയുന്നത് 1 plus k into k plus 1 ഹോൾ സ്ക്വയർ ആണ്. സോ അത് ലൈക്ക് ഇവിടെ ലൈക്ക് എന്താ ഉള്ളത്, ഇവിടെ സ്ക്വയർ ഉണ്ട്, ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, റൂട്ട് ഉണ്ട്. സോ എന്ത് ചെയ്യും, പരസ്പരം ക്യാൻസൽ ഔട്ട് ആയി പോകും. ബാക്കി എന്താ വരിക, which is sigma k equal to 1 to 40 1 plus 1 by k into k plus അല്ലെ? ഇങ്ങനെ ആയിട്ട് എക്സ്പ്രഷൻ മാറിയിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ എളുപ്പമാണ് കാര്യങ്ങൾ. നമുക്ക് എന്ത് ചെയ്യാം, സിഗ്മയുടെ പ്രോപ്പർട്ടി ലൈക്ക് എന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സിഗ്മ എന്താണ്, ഇവിടെ നിങ്ങൾ നോക്കിയേ, യെസ്, ഈ സിഗ്മ അല്ലെ, സിഗ്മ എന്ത് ചെയ്യാം, നമുക്ക് ടേംസിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ സിഗ്മ എ പ്ലസ് ബി എന്നലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിഗ്മ എ പ്ലസ് സിഗ്മ ബി എന്ന് പറഞ്ഞിട്ട് രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. സിഗ്മയുടെ പ്രോപ്പർട്ടിയാണ്. ഇൻ കേസ് അറിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആൾജിബ്രയുടെ ക്ലാസ്സസ് റിവൈസ് ചെയ്യും. സോ സിഗ്മ കെ ഈക്വൽ ടു 1 to 40 നമുക്ക് എങ്ങനെ എഴുതാം, കെ ഈക്വൽ ടു 1 to 40 സിഗ്മ കെ ഈക്വൽ ടു 1 to 41 അത് ഒന്നാമത്തെ ടേം പ്ലസ് നമുക്ക് എന്ത് ചെയ്തു, സിഗ്മ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സമ്മേഷനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. കെ ഈക്വൽ ടു 1 to 40 1 by k into k plus 1 എന്ന് എഴുതാൻ പറ്റും. ഇതെന്താ വാല്യൂ, ഇതെന്താ മീനിങ് എന്താണ്, 1 40 ടൈംസ് ഇങ്ങനെ ആഡ് ചെയ്യും അല്ലെ? ഇതെന്താണ് സിഗ്മ കെ ഈക്വൽ ടു 1 to 40 1 എന്ന് പറഞ്ഞാൽ എന്താ ആക്ച്വലി വരിക, 1 40 ടൈംസ് ആഡ് ചെയ്യപ്പെടും. ഓരോ സമയം എന്ത് ചെയ്യുന്നുണ്ട്, 1 ആഡ് ചെയ്യപ്പെടും. എത്ര സമയം 1 ആഡ് ചെയ്യപ്പെടുന്നുണ്ട്, 40 ടൈംസ് ഉണ്ട്. സോ എന്താണ് അതിന്റെ ആൻസർ വരിക, 40 വരും അല്ലെ? എന്താ ആൻസർ വരിക, 40 പ്ലസ് സിഗ്മ കെ ഈക്വൽ ടു 1 to 40 1 by k into k plus 1. ഈ രണ്ടാമത്തെ എക്സ്പ്രഷൻ ലൈക്ക് സോ ലൈക്ക് ഇതിന്റെ വാല്യൂ ഓൾറെഡി ആയി, ഇതിന്റെ വാല്യൂ കൂടിയാണ് നമുക്ക് കിട്ടാനുള്ളത് അല്ലെ? 1 by k into k plus 1 ഇറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സീരീസ് ആണ്. 1 by k into ഇപ്പൊ സിഗ്മ k ഈക്വൽ ടു 1 to 40 സിഗ്മ k ഈക്വൽ ടു 1 to 40 1 by k into k plus 1. അത് ഞാൻ മാറ്റി എഴുതുന്നത് സിഗ്മ k ഈക്വൽ ടു 1 to 40 1 by k മൈനസ് 1 by k plus 1 ആണ്. റീസൺ എന്താ, തിരിച്ച് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾ 1 by k മൈനസ് 1 by k plus 1 k plus 1 മൈനസ് k ഡിവൈഡ് ബൈ k into k plus 1 അങ്ങനെ വരിക. k plus 1 മൈനസ് k ഡിവൈഡ് ബൈ k into k plus 1 ആ വരിക. അങ്ങനെയാണെങ്കിൽ k plus 1 മൈനസ് k എന്ന് പറയുമ്പോൾ ഇവിടെ ക്യാൻസൽ ആയി പോയി 1 by k into k plus 1. അല്ലെങ്കിൽ 1 by k into k plus 1 എനിക്ക് എങ്ങനെ എഴുതാം, 1 by k മൈനസ് 1 by k plus 1. ഇത് ടെലസ്കോപ്പിക് സീരീസിൽ വരുന്ന സാധനങ്ങളാണ്. സോ ഈ കൈൻഡ് ഓഫ് സീരീസ് വരുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം എങ്ങനെയാണ് അത് സ്പ്ലിറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം, 1 by k into k plus 1 ലൈക്ക് മേ ബി നമ്പേഴ്സ് ആയി 1 by 1 into 2 ഇങ്ങനത്തെ സീരീസ് ഒക്കെ മേ ബി ലൈക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ. 1 by 1 into 2 പ്ലസ് 1 by 2 into 3 പ്ലസ് 1 by 3 into 4 സെയിം സൈൻ ഓഫ് സാധനങ്ങളാണ്. ഇത്തരം സീരീസുകൾ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യാറുള്ളത്, സെയിം മെത്തേഡ് തന്നെയാണ്. സോ എന്താണ്, അല്ലെങ്കിൽ എ പിയിലാവുന്ന ഏത് സീരീസ് 1 by 4 into 7 പ്ലസ് 1 by 7 into 10 അങ്ങനെയൊക്കെ പോകുന്ന സീരീസുകൾ കണ്ടിട്ടുണ്ടാവും. സോ ലൈക്ക് ഈ ടൈപ്പ് ഓഫ് സാധനങ്ങളെയാണ് എന്ത് ചെയ്യുന്നത്, ടെലസ്കോപ്പിക് സീരീസ് എന്ന് വിളിക്കുന്നത്. സോ ഇതിനെ സോൾവ് ചെയ്യാവുന്ന മെത്തേഡ് എന്താണ്, നിങ്ങൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ 1 by k മൈനസ് 1 by k plus 1 എന്ന് എഴുതാം. സോ എന്താണ് കിട്ടുന്നത്, ഇത് എഴുതിയാലുള്ള ഗുണം എന്താ, ആക്ച്വലി നിങ്ങൾ വാല്യൂസ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിന്റെ വാല്യൂസ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് എങ്ങനെ വരിക, സിഗ്മ k ഈക്വൽ ടു 1 to 40 അല്ലെ? സിഗ്മ k ഈക്വൽ ടു 1 to 40 ആണ്. ഞാൻ വാല്യൂസ് ഇട്ട് കൊടുക്കുകയാണ്, സിഗ്മനെ ഞാൻ എന്ത് ചെയ്യാണ്, മുറിക്കുകയാണ്. സോ എന്ത് ചെയ്യണം, 1 കൊടുക്കുന്ന സമയത്ത് എന്താ വരിക, k ഈക്വൽ ടു 1 കൊടുക്കുന്ന സമയത്ത് എന്താ വരിക, 1 മൈനസ് 1 by 2 വരും അല്ലെ? അടുത്ത എന്താണ്, പ്ലസ് ഇടും അല്ലെ? അടുത്ത എന്താണ് സമ്മേഷൻ. ഇനി കെയുടെ വാല്യൂ 2 ഇട്ട് കൊടുക്കുന്ന സമയത്ത് എന്താ വരിക, ഇവിടെ കെയുടെ വാല്യൂ 2 ഇട്ട് കൊടുക്കുന്ന സമയത്ത് 1 ഇട്ട് കൊടുത്തപ്പോൾ 1 മൈനസ് 1 by 2 കിട്ടിയിട്ടുണ്ടെങ്കിൽ 2 ഇട്ട് കൊടുക്കുന്ന സമയത്ത് എന്താ 1 by 2 മൈനസ് 1 by 3 വരും അല്ലെ? 1 by 2 മൈനസ് 1 by 3 പ്ലസ് ഇനി എന്താ 3 ഇട്ട് കൊടുക്കുന്ന സമയത്ത് എന്താണ് 1 by 3 മൈനസ് 1 by 4 വരും. അങ്ങനെ ഇട്ടിട്ട് പോയി ലൈക്ക് ഏത് വരെ കൊടുക്കണം, 40 വരെ കൊടുക്കണം അല്ലെ? അപ്പൊ എന്താ വരിക, 1 by k മൈനസ് 1 by k plus 1 വാല്യൂ 1 by 40 മൈനസ് 1 by 41 ആ വരിക. 1 by 40 മൈനസ് 1 by 41 ആ വരിക. ഇങ്ങനെ എഴുതിയുള്ള ഗുണം എന്താ, ലൈക്ക് ഈ ഒരു സാധനം നിങ്ങൾ നോക്കിയേ, ഇങ്ങനെ എഴുതി കഴിഞ്ഞാലുള്ള ഗുണം എന്താ, ഈ മൈനസ് 1 by 2 പ്ലസ് 1 by 2 ക്യാൻസൽ ആയി, ഈ മൈനസ് 1 by 3 പ്ലസ് 1 by 3 ക്യാൻസൽ ആയി അല്ലെ? അങ്ങനെ ഓരോ ടേംസും അങ്ങനെ എന്തെങ്കിലും ക്യാൻസൽ ആയി പോകും. ഏത് വരെ, ഇവിടെ ഒരു 1 by 40 ഉണ്ടാവും, അതിന് ലൈക്ക് മുകളിലത്തെ ടേം എന്തായിരിക്കും, മൈനസ് 1 by 40 ആയിരിക്കും. ആ പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിച്ചാൽ എന്താണ്,
മൈനസ് ടേംസ് ഫസ്റ്റ് വരും അല്ലെ, മൈനസ് ടേംസ് ഫസ്റ്റ് വരും എന്നിട്ടാണ് പ്ലസ് ടേംസ് വരിക. അവിടെ എന്താണ് മൈനസ് ടേംസ് ഫസ്റ്റ് വന്ന് എന്നിട്ടാണ് പ്ലസ് ടേംസ് വരിക അല്ലെ. അപ്പൊ -1/2 ആദ്യം വന്ന് 1/2, -1/3 1/3, -1/4 1/4 ക്യാൻസൽ, -1/40 + 1/40 ക്യാൻസൽ ആവും, -1/41 ഉണ്ട്. അടുത്ത ടേമിലാണ് ശരിക്കും എന്ത് ചെയ്യുന്നുണ്ട് +1/41 വരേണ്ടത്, പക്ഷെ ആ ടേം ഇല്ല. അതുകൊണ്ട് ഈ ടേമും മാത്രം ബാക്കിയാവും. ബാക്കി എല്ലാ ടേംസും എന്ത് ചെയ്യും, ആ സീക്വൻസിൽ ക്യാൻസൽ ആയി പോകും. അപ്പൊ എന്താണ് റിസൾട്ടന്റ് സാധനം എന്താ വരിക, 1 - 1/41 എന്ന് മാത്രമായിട്ട് വരും. അതായത് ഈ എൻറ്റയർ സാധനത്തിന് സിഗ്മ k = 1 to 40 1/k - 1/k + 1 എന്ന് പറയുന്ന സാധനത്തിന് പകരം നമുക്ക് എന്ത് എഴുതാം, 1 - 1/41 എന്ന് എഴുതാം. ഓക്കെ അല്ലേ. സോ ഈ എൻറ്റയർ സാധനത്തിന് പകരം എന്ത് ചെയ്യുക, ഇത് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. അങ്ങനെയാണ് നിങ്ങൾ സീരീസ് നോക്കിയേ. ഇവിടെ ഒരു 40 ഉണ്ടായിരുന്നു പ്ലസ് ഈ സാധനമാണ്, ഈ സാധനത്തിന്റെ വാല്യൂ ആണ് എന്ത് ചെയ്തത് 1 - 1/41 അല്ലെ. അങ്ങനെയാണെങ്കിൽ 40 പ്ലസ് എന്താണ് നമുക്ക് റിസൾട്ടന്റ് സാധനം കിട്ടുക, റിസൾട്ടന്റ് സാധനം കിട്ടുക എന്താണ് 40 പ്ലസ് എന്താണ് 1 - 1/41 ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ എന്താ വരിക 40 പ്ലസ് 41 - 1 എത്രയാണ് 40/41 ആണെന്ന് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു a + b/c. അതവിടെ എനിക്ക് കിട്ടിയത് a + b/c ആണെന്നുള്ളത് ആ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലെ. ഈ എൻറ്റയർ സാധനം എന്താണ് a + b/c ആണ് തന്നിട്ടുണ്ട്. സോ എന്ത് ചെയ്യുക, അത് ഇക്വേറ്റ് ചെയ്യുക a + b/c. ഇത് തന്നിട്ടില്ല, നമുക്ക് എന്താ കിട്ടിയുള്ളത്, a + b/c യുടെ വാല്യൂ എന്താ കിട്ടിയുള്ളത് നോക്കിയേ. a + b/c യുടെ വാല്യൂ 40 + 40/41 ആണെന്നാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഫർദർ ചെയ്യണോ, വേണ്ട ആവശ്യമില്ല. കാരണം എന്താ, നിങ്ങൾ ഇവിടെ നോക്കിയേ ABC നാച്ചുറൽ നമ്പർ ആണ്. ഇവിടെ A ഇത് B ഇത് C ആണെങ്കിൽ എന്താണ് നാച്ചുറൽ നമ്പേഴ്സ് തന്നെയാണ്, അത് സാറ്റിസ്ഫൈഡ് ആണ്. B <C, 40 < 41 അതും സാറ്റിസ്ഫൈഡ് ആണ്. GCD of BC 1 ആണ്, B യും C എന്താണ് കോപ്രൈംസ് ആണ്. യെസ്, എന്താണ് GCD of BC എന്താണ് 1 ആണ്. സോ എന്താണ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. സോ എയുടെ വാല്യൂ എന്താ, ബിയുടെ വാല്യൂ എന്താ, സിയുടെ വാല്യൂ എന്താ, ജസ്റ്റ് കമ്പയർ ചെയ്താൽ മതി. സോ എയുടെ വാല്യൂ വരുന്നത് എത്രയാണ് 40, ബിയുടെ വാല്യൂ 40, സിയുടെ വാല്യൂ എയുടെ വാല്യൂ 40 ആണ്, ബിയുടെ വാല്യൂ 40 ആണ്, സിയുടെ വാല്യൂ എത്രയാണ് 41 വരും. A + ബിയുടെ വാല്യൂ അല്ലേ ചോദിച്ചത്, A + ബിയുടെ വാല്യൂ ചോദിച്ചിട്ടുള്ള വിച്ച് ഇസ് എന്താണ് 40 + 40 വിച്ച് ഇസ് ഈക്വൽ ടു 80 ആണ് ആൻസർ ആയിട്ട് വരിക. സോ സിഗ്മ ഇത് ബേസ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ എന്താണ് ലൈക്ക് ആ പ്രോപ്പർട്ടീസ് കാര്യങ്ങൾ നിങ്ങൾക്ക് നിർബന്ധമായിട്ട് അറിയണം. ഇൻ കേസ് കൺഫ്യൂഷൻസ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആൾജിബ്രയുടെ പ്ലേലിസ്റ്റ് പോവാ. സോ ലൈക്ക് അതിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തിയറി പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ലൈക്ക് എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സോ ആ സിഗ്മയായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോപ്പർട്ടീസ് അറിയാം. 2 ടെലസ്കോപ്പിക് സീരീസ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോപ്പർട്ടീസ് എങ്ങനെയാണ് അത്തരം സാധനങ്ങൾ ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. സോ അത് ലൈക്ക് എന്താണ് ഒരുപാട് ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സീക്വൻസ് സീരീസ് ഒക്കെ പഠിക്കുന്ന സമയത്തും ടെലസ്കോപ്പിക് സീരീസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ലൈക്ക് ആ ടൈപ്പ് ഓഫ് സാധനങ്ങൾ 1/k × k + 1 ടൈപ്പ് ഓഫ് സാധനങ്ങൾ കാണാൻ പറ്റും. അതിന്റെ കുറെ വേരിയൻസ് കാണാൻ പറ്റും. സോ എന്ത് ചെയ്യുക, അത് കൃത്യമായിട്ട് പഠിക്കുക.